ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. പരിശുദ്ധമായ വലിയ നോമ്പിന്റെ പുണ്യദിനങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന നാം ഓരോരുത്തരും യേശുതമ്പുരാൻ എപ്രകാരമാണ് ശത്രുക്കളെ നിസ്വാർത്ഥമായി അൺകണ്ടീഷണലായി ഒന്നും തന്നെ പ്രതിപകരം പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുവാൻ കഴിയുന്നതെന്ന് പഠിപ്പിക്കുകയാണ്. തന്നെ സാമൂഹികമായി മാനസികമായി ഉപദ്രവിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുന്ന വേദഭാഗം കൂടിയാണല്ലോ ഇത്. സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ശത്രുവിന് ചെയ്യുന്നതിന്റെ പ്രതിപകരം സ്വർഗത്തിലേക്കുള്ള താക്കോലാണ്. ശത്രുവിന് നിങ്ങൾ എന്ത് ചെയ്തു എന്നതിന് പ്രതിപകരം ലഭിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ബോധ്യമുണ്ടാവുകയുള്ളൂ. യേശുതമ്പുരാൻ തന്റെ കാൽവറിയിലെ യാഗമായി തീരുന്നതിനുള്ള തയ്യാറെടുപ്പിലെ യാത്രയിൽ തിരികെ നിന്ന് തന്നെ ഉപദ്രവിച്ച സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാട്ടിത്തരുന്നത് ആ വലിയ സത്യം തന്നെയാണ്. സ്നേഹം അത് അൺകണ്ടീഷണലായി തന്നെ തുടരേണ്ടതാണ്, ശീലിക്കേണ്ടതാണ് എന്ന മാതൃക. പരിശുദ്ധമായ നോമ്പിലൂടെ നാം അത് പരിസമാപ്തിയിലേക്ക് എത്തിക്കണമെന്ന് യേശുതമ്പുരാൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. ഈ നോമ്പുകാലം ശത്രുവിനെ നിസ്വാർത്ഥമായി സ്നേഹിപ്പാനും നമുക്ക് കഴിവ് നേടിത്തരുന്നതാകട്ടെ. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.